ഭർത്താവ് ഫോണിൽ സെക്സ് കണ്ട് അഡിക്ഷനായ ഒരു വ്യക്തിയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ വന്നു. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു ജോലി സെക്സ് വർക്കിന് ആളുകളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലി കൂടി ഉണ്ട് എന്നാണ്. ഇത് അറിഞ്ഞതിന് ശേഷം വലിയ വിഷമത്തിലാണുള്ളത്. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിർത്തിയിരുന്നു, പക്ഷെ വീണ്ടും തുടങ്ങി. അപ്പോൾ ചോദിക്കുമ്പോൾ പറയണത് എൻ്റെ കടങ്ങളൊക്കെ വീടണ്ടേ എന്നുള്ളൊരു കാരണം പറയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വർണ്ണങ്ങളും മറ്റൊക്കെ എടുത്ത് വലിയൊരു സംഖ്യ കൊടുത്ത് കടമൊക്കെ വീട്ടി, പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കും എന്നെനിക്കറിയാം. ഇപ്പോൾ ആവർത്തിച്ചു എന്ന് പറയണില്ല, പക്ഷെ ആവർത്തിക്കും എന്ന് എനിക്കറിയാം എന്നാണ് പറയുന്നത്. ഇനി ഞാൻ അയാളുടെ കൂടെ ജീവിക്കണോ? എൻ്റെ മക്കളും ഞാനും ഇയാൾ കൊണ്ടുവരുന്ന ഈ ഹറാമായ ഒരു ഭക്ഷണം കഴിച്ചല്ലേ പോകുന്നത്? എനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ദയവായി എനിക്കൊരു മറുപടി തരണം. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അഡിക്ഷന്റെ പ്രശ്നം ശരിക്കും കാണുന്നുണ്ട്. ഇയാൾ ഇത്തരം ഒരു തിന്മയിൽ പെട്ടു തിരിച്ചു വരുന്നൊരവസ്ഥ കാണുന്നില്ല. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ അറിയോ, നമ്മൾ ഈ അവിഹിതങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ മറുപുറത്തൊരു സ്ത്രീ ഉണ്ടല്ലോ. നമ്മളിപ്പോ പുരുഷന്മാരാണല്ലോ ഇവിടെ ഇപ്പോ അവിഹിതത്തിന്റെ കാര്യത്തിൽ ഈ സ്ത്രീകളൊക്കെ പറയുമ്പോൾ പ്രതികളാവണം. ഈ പുരുഷന്മാരോട് സഹകരിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ അപ്പുറത്തില്ലേ? നമ്മള് ആ വശവും കൂടി കാണണം. ഏതൊരു സ്ത്രീയും ഒന്ന് മനസ്സ് വെച്ചാൽ ഏത് പുരുഷനെയും എന്ത് ചെയ്യാൻ പറ്റും, വഴി തെറ്റിക്കാൻ പറ്റും. ഇനി അതിൽ നമ്മൾ ഈ സാമ്പത്തികം ഈ അവിഹിതങ്ങളിൽ കടന്നു വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അധിക സ്ത്രീകളും ഇത്തരം പുരുഷന്മാരെക്ക് വളരെ ലഘുവായ ചില ചിത്രങ്ങളോ വീഡിയോ ചാറ്റിനുള്ള കുറഞ്ഞ അവസരങ്ങളോ കൊടുത്തിട്ട് അവർ അക്കൗണ്ടുകളിലേക്ക് അവർ ഇവരിന്ന് വലിയ സംഖ്യകൾ വാങ്ങും. അതൊരു കച്ചവടമാണ്. അതാണ് ഇപ്പൊ ഇന്ന് സ്ത്രീകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇന്ന് സത്യത്തില് ഇത്തരം വീഡിയോകൾ ചെയ്തിട്ട് ഇപ്പോ ഈ ചാനലുകൾ തന്നെ നടത്തുന്ന സ്ത്രീകളുണ്ട്. അവരെന്ത് ചെയ്യാണ്, പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് കൊടുത്തിട്ട് ഓരോ പുരുഷനും ആവശ്യപ്പെടുന്ന ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് അവരുദ്ദേശിക്കുന്ന സംഖ്യ വാങ്ങുന്ന രൂപത്തിൽ പുരുഷന്മാരെ അകപ്പെടുത്തുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ കാണുന്ന ഒന്നാണ് എന്താണ്, എനിക്ക് ഭർത്താവില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, മോളെ കല്യാണത്തിന് 5 ലക്ഷം വേണം, 10 ലക്ഷം വേണം, അങ്ങനെ ലക്ഷങ്ങളും കോടികളും കടത്തിലായ പുരുഷന്മാരുണ്ട്. അത് ഇത്തരം അവിഹിതങ്ങളിലൂടെ പോകുന്ന പുരുഷന്മാർ വലിയ കടക്കാരായിട്ട് മാറുന്നത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അത് ഇതിലൊരു മാരകമായ അവസ്ഥയാണ്. അതിപ്പോൾ നമ്മളിവിടെ കാണും. പിന്നെ ഇത്തരം ഒരാളുകളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരാകത്തുക. അപ്പോൾ അതിൽ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഉത്തരം കിട്ടുന്ന നിലക്കുള്ള നല്ല പ്രാർത്ഥന, ഇദ്ദേഹം ഒരു നല്ല വഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ പിന്നെ വനാദ ഫിൽ ഉലുമാത്തി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, യൂനുസ് നബി പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിന് അതുപോലെ ഉത്തരം കിട്ടും. ഇങ്ങനത്തെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യാം, മനസ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. പിന്നെ ഈ വിഷയം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീട്ടിൽ അറിയിക്കും, ബന്ധുക്കളെ അറിയിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മാറാൻ തയ്യാറാകുന്ന ആളുകളുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു സ്വകാര്യമായൊരു കൗൺസിലിങ്ങിന് പോവാം, എന്നിട്ട് നമുക്ക് എന്താണ് ഈ അഡിക്ഷൻ രക്ഷപ്പെടാനുള്ള വഴികളെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല, ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു ജുമാ ഖുതുബയോ ഉത്ബോധനങ്ങൾക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ മാറുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു പരിധി വരെ ചിലപ്പോൾ എന്തായിരിക്കും, നല്ല സുഹൃത്തുക്കളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സുഹൃത്തുക്കൾ മുഖേന ഇവർക്ക് ചില ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്താൽ മാറി വരും. ഇങ്ങനെ ധാരാളം വഴികളുണ്ട് ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ, ധാരാളം വഴികൾ. ഇത്തരം വഴികളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാണ്, പരിശോധിക്കാം. ഒരു നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളിത് തുടരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവൂല എന്നാണ്. അൽ ഹബീസാത്തു ലിൽ ഹബീസീന. ഏറ്റവും മോശപ്പെട്ട സ്ത്രീകൾ മോശപ്പെട്ട പുരുഷന്മാർക്കുള്ളതാണ്, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുള്ളതാണ്, നല്ല പുരുഷന്മാർ നല്ല സ്ത്രീക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് എന്ത്, സ്വാഭാവികമായും നല്ലവർ നല്ലവരോടൊപ്പം. അപ്പോൾ ഒരു വ്യഭിചാരിയാണെന്ന് അറിയുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുക, ദയ്യൂസ്, ഇങ്ങനത്തെ അതൊക്കെ എത്രമാത്രം നബിശ്വാസമോ ഇതായ ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ
അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലുള്ള ഒരു പുരുഷന്റെ കൂടെ ഒരു ദീനിയായ ഒരു മനസ്സുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുക? അതെ, നിന്ന് പോകാൻ കഴിയൂല. നിൽക്കണം വിചാരിച്ചാലും നിന്ന് പോകാൻ കഴിയൂല. അതുകൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ മനംമാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ ഇപ്പൊ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ രണ്ടാളുകൾ വന്ന് നബിനെ കൂട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പോൾ ഒന്നായിട്ട് ബഹളങ്ങളും നിലവിളികളും കേൾക്കുന്ന ഒരു സ്ഥലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. അപ്പൊ നബി അവിടെ എത്തി നോക്കുമ്പോൾ എന്താണ്, അവിടെ ഈ തെന്നൂറ് പോലെ അടുപ്പ് പോലെ ഒരു സ്ഥലം. അപ്പൊ അവിടേക്ക് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നിറച്ച് ഈ വസ്ത്രമില്ലാത്ത സ്ത്രീ പുരുഷന്മാര് അവരെ അടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ തീജ്വാലകൾ ഇങ്ങനെ, ഇവർ നഗരരായി കിടക്കുന്നവരുടെ അടിയിൽ നിന്ന് തീജ്വാലകൾ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ഈ ശബ്ദമാണ് നേരത്തെ കേട്ടിരുന്നത്. അപ്പൊ ഇവരാരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇവര് വ്യഭിചാരികളാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എന്താന്ന് വിചാരിച്ചാൽ നാട്ടിലൊക്കെ അല്ലേ എന്ന് വിചാരിച്ചവർ പോണത്, പക്ഷെ ഖബറിൽ അനുഭവിക്കാൻ പോകുന്ന മാരകമായ അവസ്ഥയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ചിന്തിച്ചൂടെ, പരസ്യമായിട്ട് എറിഞ്ഞു കൊല്ലണം എന്ന ഇസ്ലാമിക നിയമം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, പരസ്യമായി എറിഞ്ഞു കൊല്ലപ്പെടാൻ മാത്രം ഗുരുതരമായൊരു തെറ്റാണിതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഖുർആൻ പ്രത്യക്ഷമായി പറഞ്ഞു, വമൻ യഫ്അൽ ദാലിക യൽക അഥാമ. ഇത്ര ഗൗരവപരമായൊരു തെറ്റിനെ ലാഘവത്തോടു കൂടെ കാണുന്നത്, അത് ശരിക്കും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു അഡിക്ഷൻ എന്ന നിലക്ക് എന്ത് ചെയ്യണം, അതൊരു ചികിത്സ തന്നെ വേണം. ഞാൻ നിർത്തി എന്നൊന്നും പറഞ്ഞാൽ അതങ്ങനെ നിന്നു പോവില്ല. ആഗ്രഹമുള്ളവരെന്ത് ചെയ്യണം, ഒരു ചികിത്സക്ക് വിധേയമാകണം. എങ്ങനെ ഇത് അവസാനിപ്പിക്കാം, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാം, അത് അയാളുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് അതിന് വേണ്ട, ചിലപ്പോൾ ഇതിനൊന്നും സാധിക്കാത്ത ഏതെങ്കിലും സ്ഥലത്ത് അയാളെ കൊണ്ട് താമസിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്താൽ മതിയാവും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അയാൾ ഓരോ ദിവസവും ചെയ്യേണ്ട ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, കർമ്മങ്ങൾ, അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അയാളുടെ എൻഗേജ്മെൻറ്റ്സ്, ഇതിലൊക്കെ ഒരു ക്രമീകരണം ഉണ്ടാക്കി കൊടുത്താൽ കുറേ ആളുകൾ അതിന് രക്ഷപ്പെട്ടു വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇടപെടലുകളിലൂടെ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റും.